എന്നോ ഞാനെന്റെ മുറ്റത്തൊരുറ്റത്ത് എന്ന പാട്ട് പാടിക്കൊണ്ട് മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ ഗായികയാണ് ശ്രേയ ജയദീപ്. അന്നത്തെ ആ കൊച്ചുകുട്ടിയല്ല ഇപ്പോൾ ശ്രേയ. +2 പഠനം പൂർത്തിയാക്കി ഉപരിപഠനത്തിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. ബിഹൈൻഡ് വുഡിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ വീട്ടിലെ ചില വിശേഷങ്ങളും പഠനത്തെക്കുറിച്ചും ഭാവി കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഗായിക സംസാരിക്കുകയുണ്ടായി. അമ്മയ്ക്കും അനിയനും ഒപ്പമാണ് ശ്രേയ അഭിമുഖത്തിൽ പങ്കെടുത്തത്. സ്വന്തമായി വാങ്ങിയ ഫ്ളാറ്റ്. ശ്രേയ പാട്ടുപാടി സമ്പാദിച്ച് സ്വന്തമായി വാങ്ങിയ ഫ്ളാറ്റിൽ വച്ചാണ് അഭിമുഖം നടന്നത്. 17 വയസ്സിനുള്ളിൽ സ്വന്തമായി ഫ്ളാറ്റ് വാങ്ങി. ശ്രേയ സ്വന്തം കാശിന് ഏറ്റവും അവസാനമായി വാങ്ങിയ സാധനം എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് താമസിക്കുന്ന ഫ്ളാറ്റിനെക്കുറിച്ച് അമ്മ പറഞ്ഞത്. പക്ഷേ അവൾക്ക് വീട്ടിൽ നിൽക്കാനൊന്നും താൽപ്പര്യം ഇല്ല, ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാനാണ് ഇഷ്ടം. ലിവിംഗ് ടുഗെദറിനെക്കുറിച്ച്. അങ്ങനെയുള്ള ഇഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഇടയിലാണ് കല്യാണത്തെക്കുറിച്ചും ലിവിംഗ് റിലേഷനെക്കുറിച്ചും ശ്രേയയും അമ്മയും പറഞ്ഞത്. ശ്രേയയ്ക്ക് കല്യാണം കഴിക്കാനൊന്നും താൽപ്പര്യമില്ലത്രേ. ലിവിംഗ് ടുഗെദർ മതിയെന്നാണ് അമ്മയോട് പറഞ്ഞത്. അതാവുമ്പോൾ നമുക്ക് മടുക്കുമ്പോൾ അടുത്തതിലേക്ക് പോകാമല്ലോ എന്നാണത്രേ അമ്മ ചോദിച്ചപ്പോൾ ശ്രേയ പറഞ്ഞ മറുപടി. അമ്മ പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെ മെന്റാലിറ്റി മാറിയതിനെക്കുറിച്ച് ശ്രേയയുടെ അമ്മ സംസാരിക്കുന്നു. ഞാൻ കരുതിയത് ഇവൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന്. പക്ഷെ മറ്റുള്ളവരോട് പറയുമ്പോഴാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിക്കുന്ന രീതിയെക്കുറിച്ച് മനസ്സിലാവുന്നത്. ശ്രേയയെ സംബന്ധിച്ച് അവൾക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനും യാത്ര പോകാനും ഒക്കെയാണ് താൽപ്പര്യം. അനിയനുമായുള്ള ബന്ധം. ശ്രേയയുടെ ബെസ്റ്റ് ഫ്രണ്ട് അനിയനാണ്. തിരിച്ചും. അവർ രണ്ടുപേരും പരസ്പരം പങ്കുവയ്ക്കാത്ത രഹസ്യങ്ങൾ ഇല്ലത്രേ. അനിയന്റെ വായിനോട്ടം പോലും ശ്രേയയ്ക്ക് കൃത്യമായി അറിയാം. അവർ രണ്ടുപേരും വഴക്കിടും, പക്ഷേ അതൊരു അരമണിക്കൂർ പോലും നീളില്ല, അതുപോലെ ഒന്നിച്ചു വീണ്ടും ചേരും. പരസ്പരം അവർ സംസാരിക്കുമ്പോൾ അമ്മയായ താന് പുറത്താണെന്ന് പ്രസീത പറയുന്നത്.